പ്രിയദർശിനി സൗജന്യ യാത്രയിൽ പ്രതിഷേധിച്ച തൃശൂരിൽ 200ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തുന്നു. ജൂലൈ 1 ജി ഫോം സമർപ്പിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. തൃശൂരിൽ നിന്നും പാലക്കാട്, ഗോവിന്ദപുരം, കൊഴിഞ്ഞാമ്പാറ റൂട്ടുകളിലും ചാലക്കുടി, മാള, കൊടുങ്ങല്ലൂർ, മാള, ഗുരുവായൂർ, എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളാണ് ജി ഫോം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഡീസലിനും തൊഴിലാളികൾക്കും നൽകാൻ പോലും വരുമാനം ലഭിക്കുന്നില്ലെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. ഞങ്ങളും ഇതുപോലത്തെയുള്ള വനിതാ യാത്രക്കാർക്ക് സീറോ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ KSRTCക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെ അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ രീതിയാണെങ്കിൽ അത്തരത്തിലല്ലേ ചെയ്യേണ്ടത്? എല്ലാ ആളുകൾക്കും എല്ലാ ബസ്സുകളിലും സൗജന്യം കൊടുക്കുന്ന രീതിയിൽ, വനിതകൾക്ക് കൊടുക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല. ആ സീറോ ടിക്കറ്റിംഗ് KSRTCക്ക് റീഫണ്ട് ചെയ്യുന്ന പോലെ സ്വകാര്യ ബസ് മേഖല നിലനിർത്താൻ വേണ്ടി സ്വകാര്യ ബസ് മേഖലയ്ക്കും റീഫണ്ട് ചെയ്യുകയാണ്. അതാണ് ഒരു സതുദ്ദേശപരമായ നിലപാട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ബസ്സുകൾ ഗവൺമെൻറ്റിനോട് ഏറ്റെടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു. അതിലൊന്നും ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഈ വ്യവസായത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ മറുവശത്ത് വേറെ കുറേ ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് പകുതി ശമ്പളം എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിയുടെ മൊത്തം കുടുംബത്തിനെയാണ് ബാധിക്കുന്നത്. അവിടെ എല്ലാവർക്കും ഇപ്പോൾ പണിതിട്ടുള്ള ആളുകൾ കൊണ്ടിരുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം തന്നെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് തന്നെ ഇല്ലാതാവുന്നൊരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. സാരംഗ് തൃശ്ശൂർ എന്ന വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, നേരത്തെ തന്നെ ഈ സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞിരുന്നു ഈ സ്ത്രീ സൗജന്യ യാത്ര, ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്ര നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല, പക്ഷേ തങ്ങളുടെ ഭാഗം കൂടി പരിഗണിക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നൊക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിൽ അവർക്ക് അനുഭാവപൂർണ്ണമായ ഒരു നിലപാടൊന്നും സർക്കാർ എടുത്തിരുന്നില്ല. ഇപ്പോഴിതാ എന്തായാലും അവർ പൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്ന പ്രധാന ആശങ്കകൾ? അക്ഷയ്, തീർച്ചയായും സ്വകാര്യ ബസ് മേഖല വലിയ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി നിരത്തുകളിൽ കാലിയായിട്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഓടുന്നത്. എന്തായാലും വരുന്ന ജൂലൈ മാസം 1 മുതൽ തന്നെ ഈ ജി ഫോം സമർപ്പിക്കാനാണ് സ്വകാര്യ ബസ് ഉടമകൾ ഒരുങ്ങുന്നത്. അത് 200ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇത്തരത്തിൽ ജി ഫോം സമർപ്പിക്കാനായിട്ട് പോകുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്വകാര്യ ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല. അതായത് പൂർണ്ണമായിട്ടും ഒരു നിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുന്ന സംവിധാനമാണ് ഈ ജി ഫോം എന്ന് പറയുന്നത്. നിലവിൽ ഏതാണ്ട് 10 ബസ്സുകളോളം ഇത്തരത്തിൽ തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് ഓട്ടം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ റൂട്ടിലേക്ക് ഓടുന്ന ഓരോ ബസ് ജീവനക്കാർക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു തൊഴിലാളിക്ക്, അത് കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ഒരാൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് വെറും 500 രൂപ മാത്രമാണ്. രാവിലെ മുതൽ ചിലവർ പക്ഷേ രാവിലെ 7 മണിക്കൊക്കെ ആയിരിക്കും ആദ്യ ട്രിപ്പ്. ആ ആദ്യ ട്രിപ്പ് മുതൽ അവസാന ട്രിപ്പ് ഒരു 8 മണിയോ 9 മണിയോ എത്ര വേണമെങ്കിലും കണക്കാക്കാം. അങ്ങനെ മണിക്കൂറുകളോളം നീണ്ട് ഓടിയതിന് ശേഷം ആകെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 500 രൂപ എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധിയിലാണ് അവർ നിലനിൽക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ബജറ്റിൽ, സർക്കാരിൻ്റെ ബജറ്റിൽ അവർ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ ആ ബജറ്റിലും അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നിരവധി കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതൊന്ന്, ഈ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്നത് പോലെ KSRTCയിലും സൗജന്യ യാത്ര നൽകാം. പക്ഷേ സ്വകാര്യ ബസ്സുകളിലും സൗജന്യ യാത്ര നൽകാം. പക്ഷേ ഈ സ്വകാര്യ ബസ്സുകളെ കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ എണ്ണയുടെ നികുതി കുറയ്ക്കണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചെങ്കിൽ പോലും ഫലവത്തായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ വിയോജിപ്പ് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി വരും ദിവസങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോകുന്നത്. അതൊന്ന്. മറ്റൊന്ന്, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 500 രൂപയൊക്കെയാണ് ഒരാൾക്ക് വരുമാനം കിട്ടുന്നത്. ഇതിനോടകം തന്നെ അടുത്ത മാസം 1 തീയതിയോടുകൂടി തന്നെ 200 ബസ്സുകൾ, ഒന്നോർക്കണം, ഒരു ഡിപ്പോ മാത്രമാണ്, അതായത് തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഈ ഒരു കണക്ക് 200 എന്നുള്ളത്. അങ്ങനെ ആ 200 ബസ്സുകൾ ഇത്തരത്തിൽ ഈ ജി ഫോം സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം താൽക്കാലികമായിട്ട് ഓട്ടം നിർത്തുന്നു. അത് എത്ര നാളത്തേക്കാണ്? ചിലപ്പോൾ 6 മാസത്തേക്കായിരിക്കാം, ചിലപ്പോൾ 1 വർഷത്തേക്കായിരിക്കാം. ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ആ ബസ്സുകളുടെ സർവീസ് തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ ഇന്ധന വർധനവ് അടക്കം അവരെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അക്ഷയ്, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.